53 വർഷം നീണ്ടുനിന്ന വസ്തുതർക്ക കേസിനിടയിൽ തന്റെ 108ാമത്തെ വയസ്സിൽ കേസിൽ അന്തിമ വിധി വരുന്നതിന് മുമ്പായി ഒരു മനുഷ്യൻ മരിച്ചു പോകുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. ഇന്ത്യയിൽ നടന്നതാണ്. സോപാൻ ഗെയ്ക്വാദ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം 1968 ഒരു ഭൂമി മറ്റൊരാളിൽ നിന്ന് വാങ്ങുന്നത്. വാങ്ങിയതിനു ശേഷം പണമൊക്കെ അടച്ച് രജിസ്റ്റേർഡ് ഡീഡ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ വസ്തു നേരത്തെ തന്നെ പണയം വെക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം കേസുമായി മുമ്പോട്ട് പോയി. വിചാരണ കോടതിയിൽ 14 വർഷത്തോളം നീണ്ടുനിന്ന കേസിന് ശേഷം ഇദ്ദേഹത്തിന് അനുകൂലമായി വിധി വന്നു. പക്ഷേ അതിന്റെ ആദ്യത്തെ ഉടമസ്ഥൻ ഇതിനെതിരെ അപ്പീൽ പോയി. 1987 പക്ഷേ അപ്പീലിൽ ഗെയ്ക്വാദിനെതിരെയാണ് വിധി വരുന്നത്. ഇതിൽ വളരെയധികം വേദന തോന്നിയ ഈ സോപാൻ ഗെയ്ക്വാദ് എന്ന് പറയുന്ന മനുഷ്യൻ 1988 സെക്കൻഡ് അപ്പീലുമായി മുമ്പോട്ട് പോയി. എന്നാൽ നീണ്ട 27 വർഷത്തെ വ്യവഹാരത്തിന് ശേഷം 2015 ഇദ്ദേഹത്തിന്റെ അപ്പീൽ തള്ളുകയാണ് അപ്പീൽ കോടതി ചെയ്തത്. എന്നാൽ അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 2019 വീണ്ടും അദ്ദേഹം അപ്പീലുമായി സുപ്രീം കോടതിയുടെ മുമ്പാകെ പോയി. പക്ഷേ അന്ന് സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന്റെ വക്കീൽ ഹാജരായിട്ടില്ല എന്നുള്ള ഒരു സാങ്കേതിക കാരണത്താൽ അദ്ദേഹത്തിന്റെ അപ്പീൽ നിരസിക്കപ്പെടുകയുണ്ടായി. പക്ഷേ വീണ്ടും 2021 അദ്ദേഹം അപ്പീലുമായി മുമ്പോട്ട് പോയി. അദ്ദേഹത്തിന്റെ അപ്പീൽ സ്വീകരിക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹം ആ അപ്പീൽ സ്വീകരിക്കപ്പെട്ട് അതിന്റെ കേസിന്റെ നടപടികളുമായി കോടതി മുമ്പോട്ട് പോകുന്ന ആ സമയം എത്തിയപ്പോഴേക്കും അദ്ദേഹം തന്റെ 108ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്തയാണ് കോടതി മുമ്പാകെ അദ്ദേഹത്തിന്റെ വക്കീൽ അറിയിച്ചത്. നോക്കൂ, നീതി താമസമെടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ നീതി നിഷേധമാണ്. എത്ര ആയിരം ആളുകൾ, എത്രയെത്ര ജീവിതങ്ങളാണ് കോടതി വരാന്തകളിലൂടെ, കോടതിയുടെ സമയക്രമങ്ങളിലെ നടപടിക്രമങ്ങളിലെ താമസം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി സോപാൻ ഗെയ്ക്വാദിന്റെ കേസ് ഇവിടെ അടയാളപ്പെട്ട് കിടക്കുകയാണ്. അതിവേഗം നീതി ലഭ്യമാവുന്ന, കെട്ടിക്കിടക്കുന്ന കേസുകൾ കരുതി വരുന്ന ഒരു കാലം നമ്മുടെ കോടതികളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.